കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും നിശ്ചയമായും അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 11:40. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. നമ്മുടെ വേദപുസ്തകം ദൈവസന്നിധിയിൽ എടുക്കാൻ ഉയർത്തിപ്പിടിക്കാം. ഇങ്ങനെ പറയാം, ദൈവവചനത്തിനായി സ്തോത്രം, ഇതിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്നെ ബൈബിൾ താഴ്ത്തു വെച്ചിട്ട് കാര്യങ്ങൾ ഉയർത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവരുടെ മേൽ മഹത്വം വെളിപ്പെടുത്തുന്ന മഹാരാജാവിന്റെ തിരുപാദപീഠത്തിലാ ദൈവജനം നാം ഇന്ന് വൈകുന്നേരം കടന്നു വന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നതിന്റെ ഭക്തനെ വെറുതെ വിടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. വിശ്വാസത്തോടെ കടന്നു വരുന്നതിന്റെ വിശ്വാസ വീരന്മാരെ വീണ്ടും ബലപ്പെടുത്തേണ്ടതിനായി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. അതിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നാട്ടിലാണെങ്കിലും നടക്കും. വിശ്വസിക്കുന്നവരുടെ മേൽ അത് വെളിപ്പെടാം. 7 കണ്ണുകൾ ഉള്ളവൻ ആകാശത്തിന് മുകളിലിരുന്ന ഭൂമിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് രാത്രികാലം ദൈവജനത്തിന് മേൽ കർത്താവിന്റെ വലിയ ദൃഷ്ടിയുണ്ട്. ആ ദൃഷ്ടിയുടെ മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എന്റെ വിശ്വാസം അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമേ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആദ്യത്തിൽ നിന്നേ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് വായിക്കാം 1 ശമൂവേൽ ചാപ്റ്റർ 7:3-5. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നിങ്ങൾ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യും. എന്നാൽ അവർ നിങ്ങളെ ബലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞു. 5 വരെ. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും വിശ്വയിൽ കൂട്ടുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോട് ഇസ്രായേൽ ഗ്രഹമൊക്കെ പൂർണ്ണ ഹൃദയത്തോട് യഹോവയിലേക്ക് തിരിഞ്ഞ് അന്യ ദൈവങ്ങളെ അശ്വര പ്രതിഷ്ഠകളെയും നീക്കം ചെയ്ത് നിങ്ങളുടെ ഇടയിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യേണ്ടതിന് നീക്കം ചെയ്ത് യഹോവയുടെ മുഖത്തേക്ക് നോക്കി യഹോവയെ മാത്രം അന്വേഷിച്ച് യഹോവയെ മാത്രം സേവിക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ മേല യഹോവയുടെ സാന്നിധ്യം ഇരിക്കുമെന്ന് ശക്തനായ ശമൂവേൽ പ്രവാചകനിൽ കൂടി ശാപങ്ങളും ബന്ധനങ്ങളും വേദനകളും രോഗങ്ങളും നിന്ദതകളും അനുഭവിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തെ നോക്കി ശക്തമായി പ്രവചിച്ചു പറഞ്ഞു. നീക്കം ചെയ്ത ദൈവജനത്തിന് വേണ്ടി ശമൂവേൽ പ്രവാചകൻ ശക്തമായി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങി വന്നു. എങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തെ വാസ്തവമായി അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പതിയിരിക്കുന്ന അശോര പ്രതിഷ്ഠകൾ, ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന നിഗളങ്ങൾ, അഹങ്കാരങ്ങൾ, പോരായ്മകൾ, ബലഹീനതകൾ, ബന്ധനങ്ങൾ, രോഗങ്ങൾ, ഇതെല്ലാം എന്റെ യേശുവിനാൽ വിടുവിപ്പാൻ കഴിയുമെന്ന് പൂർണ്ണമായി വലിച്ചെറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ യേശുവിലേക്ക് എന്ന് രാത്രികാലം കണ്ണു നട്ട് നോക്കുന്ന ദൈവജനത്തെ വിടുവിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത യേശു ഓരോ ശിരസിന്മേലും കൈവച്ച് വിടുവിപ്പാൻ, ഓരോരുത്തരുടെ ഉള്ളിലെ വേദനകൾ മാറ്റി തന്ന, ഓരോരുത്തരുടെ ഞെരുക്കങ്ങൾ കണ്ട് വിടുവിക്കുന്ന യഹോവയുടെ പരിശുദ്ധ പരിവർത്തനത്തിന്റെ പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കും.
മാറ്റുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ കാണുകയാണ്. ചില ചോര പ്രതിഷ്ഠകള് നിന്റെ ജീവിതത്തിൽ വേണ്ടാത്തതിന് എന്ന രാത്രികാലം നീക്കം ചെയ്യുന്നുവെങ്കിൽ ഉയർത്തുന്ന വലിയവനായ യഹോവ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സകല ശാപ പാരമ്പര്യ പോരുകളെ, സകല അന്യായ ബന്ധന കേട്ടുകളെ യേശുവിന്റെ നാമത്തിൽ നീങ്ങുവാൻ കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം കാണും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എന്റെ ദൈവത്തിന്റെ മഹത്വം കാണും. ഞാൻ വിശ്വസിക്കുന്നു, ആമേൻ. ഇന്നലെ വരെ ഞാൻ കണ്ട ദൈവത്തിന്റെ മഹത്വം ഇന്നും ഞാൻ കാണും. ഞാൻ വിശ്വസിക്കുന്നു, ഇന്നലെ വരെ എന്റെ ശൂന്യതകൾ മാറ്റി തന്ന ദൈവം ഇന്നും എന്റെ ശൂന്യത മാറ്റി തരുവാൻ ഇവിടെ ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഇന്നലെ വരെ എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത കർത്താവ് ഇന്നും അത്ഭുതം ചെയ്യുവാൻ ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവനത് വിശ്വസിക്കുന്നവനത് പുതിയ കൃപയുടെ ആദ്യം ഇവിടെ വ്യാപരിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവനത് ദൈവ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് വിശ്വസിച്ച് വിശ്വാസത്താൽ പ്രാപിച്ചതെല്ലാം വിശ്വാസത്താൽ ചിലർ പ്രാപിക്കാൻ പോകുകയാണ്. അസാധ്യമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാഴ്ത്തോട്ടം നമ്മുടെ മേലുണ്ട്. ആ വാഴ്ത്തോട്ടത്തെ എന്നെ പുറത്തു നിറക്കി വെച്ചോണ്ട, വിശ്വാസത്തോടെ നിറക്കി വെച്ചോണ്ട. എന്റെ ജീവിതത്തിൽ
എനിക്കിത് തരമെന്നവിടുന്ന് വാഗ്ദത്തം ചെയ്തതാണ്. ഇന്ന് രാത്രികാലം എനിക്ക് വേണമെന്ന് ദൈവത്തോട് ഹല്ലേലൂയ ദൈവജനം അപേക്ഷിക്കുന്ന രാത്രിയാണെന്ന് വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. ചില അക്ഷര പ്രതിഷ്ഠകൾ നീ തകർത്തുടച്ചതുകൊണ്ട്, വിശ്വാസത്തോട് നീ തകർത്തുടച്ചതുകൊണ്ട്, പാരമ്പര്യ കോട്ടകള് വിശ്വാസത്തോട് നീ തകർത്തുടച്ചതുകൊണ്ട്, നിനക്കെതിരായി ഉയർന്നു നിന്ന ദുഷ്ടകോട്ടകളെ വിശ്വാസത്തോടെ തകർത്തുടച്ചതുകൊണ്ട് ഇന്ന് രാത്രികാലം മുഴുവനായി യേശുവിന്റെ വലിയ പ്രവൃത്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ കണ്ടവർ നാളെ നിന്നോട് ചോദിക്കും നിന്റെ ഭവനത്തിൽ എന്തായിട്ട് ഒരു പ്രകാശമാണ്. ഇന്നലെ നിന്നെ കണ്ടവർ നാളെ നിന്നോട് ചോദിക്കും എന്തുകൊണ്ട് നിന്റെ മുഖത്തിൽ ഇത്ര തേജസ്സാണ്. പകർന്നു കൊടുക്കുന്ന അത്യന്തപരമായ ഓ ദൈവത്തിന്റെ ശക്തിയായ ഓ ദൈവ തേജസ് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു 7 പ്രാവശ്യം പോയി വിശ്വാസത്തോടെ പോയി 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ അവന്റെ കുറ്റം മാറിയത് എന്റെ ദൈവത്തെ കുറിക്കുന്നവരോ എന്റെ വിടുതലുകൾ വ്യാപരിക്കാൻ പോയില്ല. വിശ്വാസത പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം എനിക്ക് കയറിക്കൊണ്ടിരിക്കുക. വിശ്വാസത യഹോവയോട് ചോദിച്ചുകൊണ്ട് നീക്കം ചെയ്യേണ്ടതിന് നീക്കം ചെയ്ത യഹോവയുടെ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവഭക്തരുടെ മധ്യത്ത് യഹോവയുടെ തേജസ് ഇറങ്ങി വന്നിരിക്കുക. കാണുന്നവർ അവൻ മൗനമായി ഇരിക്കത്തില്ല. ആത്മാവിൽ കാണുന്നവർ എന്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. എന്റെ ദൈവം മകത്തോട്ടം കത്തിക്കുന്നു. എന്റെ ദൈവം വെള്ളം തരുന്നവർ, എന്റെ ദൈവം കോട്ടകൾ തടയുന്നവർ, എന്റെ ദൈവം വിടുവിക്കുന്നവർ.
ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദൈവകൃപയാൽ 1-2 ക്യാമ്പിൽ പോയി. ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. പിറ്റേന്ന് ആ സഹോദരൻ ആദ്യമായിട്ട് ഇങ്ങനെ അവരുടെ റൂമിൽ ഒരു പ്രാർത്ഥന നടത്തി. പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് പിറ്റേന്ന് അവിശ്വാസികളായ സഹോദരൻ വിളിച്ചു പറയാ, എന്റെ പാസ്റ്ററും സഹോദരനും അവിടുന്ന് പോയതിനു ശേഷം അവിടെ ദൈവത്തിന്റെ തേജസ് ഇന്നുവരെയും കണ്ടിട്ടില്ലാത്തൊരു പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു എന്ന് ഒരു അന്യജാതിക്കാരിൽ നിന്ന് സാക്ഷ്യം കേൾക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ എന്ന് രാത്രികാലം ദൈവത്തെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതൃകമേ, ദൈവത്തിന്റെ മഹത്വത്തിന്റെ തേജസ് എന്ന രാത്രികാലം നിറഞ്ഞു വന്നുകൊണ്ട് എല്ലാവരും നമ്മൾ കാണിക്കുന്ന ദൈവത്തിന്റെ പ്രകാശം നിങ്ങൾക്കൊരു ഒളിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുക, എന്നതിന്റെ ഈ അത്ഭുതം നടക്കും. ഇന്ന് രാത്രിക്കാലം ഇവിടെ വിടുതലുകൾ നടക്കുക. ചില വ്യക്തി ജീവിതങ്ങളുടെ ചങ്ങലകൾ ഈ പോലെ അറിയാതെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. മരിച്ചു എന്ന് പറയുന്ന, നാറ്റം വെച്ചു എന്ന് പറയുന്ന ചില വിഷയങ്ങളുടെ മേൽ നീ വിശ്വാസത്തിന്റെ കണ്ണു തുറക്കുമ്പോൾ ജീവന്റെ തുറപ്പുകൾ ചാടി ജനമുകളെ ചലിപ്പിച്ചുകൊണ്ട് പരിവർത്തനം തുടങ്ങിയിരിക്കുക. ദൈവത്തെ ചലിക്കത്തില്ല എന്ന് പറയുന്നത്, ചലിക്കത്തില്ല എന്ന് പറയുന്ന ചിലത് ചലനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഉയർത്തത്തില്ല എന്ന് പറയുന്നത് ദൈവങ്ങൾ ഉയർത്തി തുടങ്ങിയിരിക്കുക. നടക്കത്തില്ല എന്ന് പറയുന്നത് അവൻ നടക്കത്തില്ല എന്നാ പറയുന്നത്. ദൈവത്തിന്റെ ആത്മാ പറയുന്നത് നടക്കാമല്ല നീ പോകുന്നത്, നീ ഓടാനാ പോകുന്നത്. നടക്കാൻ കൃപ ചോദിച്ചവൻ ഇതാ തുള്ളി ചാടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരുടെ മേൽ വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. കല്ല് വെച്ച് മൂടിയിരിക്കുക, കല്ല് വെച്ച് മൂടിയിരിക്കുക. ഇനി പുറത്തെടുക്കുന്നത് നിയമവിരുദ്ധമാണ്. നാറ്റം വച്ചിരിക്കുക, നാറ്റം ഭവിക്കുക ജീവിതത്തിന്റെ അവസ്ഥയുടെ മേല. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഈ നാറ്റത്തെ സുഗന്ധമായി മാറ്റുവാൻ കഴിവുള്ള യഹോവയുടെ പരിവർത്തനത്തിന്റെ വ്യാപാര ശക്തി നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ ചാർച്ചക്കാരുടെ മേൽ, നിന്റെ ദേശത്തിന് മേൽ നീ പോലും അറിയാതെ വ്യാപരിച്ചു തുടങ്ങിയിരിക്കുന്നതിനാൽ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടെന്ന് ചോദിച്ചാണ്. അണ്ടര വീര നിഖര ബൗഡക്ക കാഴ്ചയില്ലാത്തവന് യേശുവിന്റെ അടുത്ത് പോയി. കാഴ്ച വേണമെന്ന് പറഞ്ഞു. അവനോട് നിലത്തിലെ മണ്ണിനെ തൊപ്പി ചേറാക്കി കണ്ണിൽ പുരട്ടിക്കൊണ്ട് പോയി കഴുകുക എന്ന് പറഞ്ഞു. വിശ്വാസത്തോടുകൂടി അവൻ പോയി കഴുകിയപ്പോ അവന്റെ മേൽ കാഴ്ച വെളിപ്പെട്ടു. എങ്കിൽ ഇന്ന് രാത്രികാലം വിശ്വാസത്തിനായി അരമുറുക്കിക്കൊണ്ട്, വിശ്വാസത്തിനായി അരമുറുക്കിക്കൊണ്ട് ദൈവത്തിന് ഇരിക്കുന്ന ചില ദൈവത്തിന്റെ ഭക്തന്മാർക്കായി എന്റെ ദൈവത്തെ ഞാൻ ചോദിക്കുകയാണ്. വിശ്വാസത്തിന് വേണ്ടി എന്തും ധരിച്ചു കളയുവാൻ അവനെ മനസ്സിന്റെ ഉള്ളിൽ ഒരുക്കം പ്രാപിച്ചുകൊണ്ട് പൂർത്തീകരണത്തിനായി കാത്തിരിക്കുന്ന ദൈവജനത്തിനായി എന്ന രാത്രികാലം എന്റെ ദൈവത്തെ ഞാൻ തുടിക്കുകയാണ്. ദൈവത്തെ ജനമൊക്കെ അശോര പ്രതിഷ്ഠകളെയും വാദ്യഗ്രഹങ്ങളെയും
എല്ലാം നീക്കം ചെയ്തു. യഹോവയുടെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. വിശ്വാസത്താൽ നിന്റെ ജീവിതത്തിൽ കേൾക്കാൻ കഴിയാത്തതിനെ വച്ച് പൂജിക്കുവാനല്ല, കർത്താവ് നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം ചൊരിഞ്ഞ് നമ്മുടെ വീടെടുത്തത്. അപ്പ എന്ന് വിളിക്കുമ്പോൾ വിളി കേട്ട്, എന്റെ മകനെ എന്റെ മകളെ എന്ന് വിളി കേട്ട്, ആ വിളിയുടെ മധ്യത്തിൽ വിടുതൽ തരുന്ന യഹോവയുടെ മാറാത്ത സാന്നിധ്യം, ഇമ്പമാകുന്ന ശബ്ദത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്, നമ്മൾ ചെറിയുന്ന രാത്രികാലം കൂർപ്പിക്കുന്നവർക്ക് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സർവവല്ലഭനായ യഹോവയുടെ വിടുതൽ അനുഭവിച്ചറിവാൻ കൃപ തരുന്ന കർത്താവ് കൃപാലുവായി കൃപയുടെ വാതിൽ തുറന്നിട്ടുകൊണ്ട് ഇതാ നമ്മളെ നോക്കിയിരിക്കുക. ആ കൃപയുടെ വാതിലിന് കൂടെ കടന്നു പോകുന്ന ദൈവജനത്തിനായി ഇന്ന് രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജീവദാതാവായ യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. അവരൊന്ന് പ്രാപിച്ച് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മതത്താണ്. വിശ്വസിക്കുന്നവിടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇവിടെ വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ജീവിതത്തിൽ വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാ ബലഹീനതകൾ മാറിക്കൊണ്ടിരിക്കുക. എന്റെ ഞാട്ടി ഞരമ്പുകൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുക. ഓ ചലനം അച്ചു എന്ന് പറയുന്ന ഞാട്ടി ഞരമ്പുകൾ, രോഗം ബാധിച്ചിരിക്കുന്ന ഞാട്ടി ഞരമ്പുകൾ, ഓ നിങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം എന്ന് രാത്രികാലം യേശുവിന്റെ അഭിഷേകത്തിന്റെ അധികാരത്തിന്റെ ശക്തി വ്യാപരിച്ചിറങ്ങുമ്പോ ചില ബന്ധനങ്ങൾ പൊട്ടിയിട്ട്, ചില കോട്ടകൾ തകർന്നിട്ട്, ചില ഞാട്ടി ഞരമ്പുകളെ പിടിച്ചു കെട്ടുന്ന ദുഷ്ട കൈകളെ തകർത്തുടച്ചുകൊണ്ട് എന്റെ യേശു മഹാരാജാവായി ഓ മരിച്ചവരുടെ മധ്യത്തിൽ ഉയർത്തതുപോലെ അവരിൽ വിശ്വസിക്കുന്നതെന്ന് ജനം എന്റെ രാത്രികൾ അവൻ ജീവന്റെ ഉരുക്കത്ത് ഉയരാൻ പോകുകയാണ്. ദൈവജനമേ, രാജാ ബൗഡ രാജാ ബൗഡ രാജാ ധീര രാജാ ബൗഡ രാജാ ബൗഡ രാജാ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ രണ്ട് കരവും ഏറ്റെടുക്കുന്ന കർത്താവ് യുദ്ധവീരനാ നമ്മുടെ കൂടെ ഉണ്ട്. ആത്മീയ കണ്ണുകൾ മാത്രം ഒന്ന് തുറന്നിട്ട് നോക്കിയേ, നമ്മുടെ വലത്തും ഇടത്തും ഭൂതജനങ്ങൾ ഇരിക്കുന്നത് കാണുവാൻ കഴിയണം. ഇവിടെ നമ്മൾ മാത്രമല്ല ഇന്ന് ആരാധിക്കുന്നത്. ഓ ദൈവത്തിന്റെ ഭൂത സംഖ്യകളാ ഇവിടെ ഇറങ്ങിയിരിക്കുന്നതിനാൽ എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. നിനക്കെതിരായി വലിയൊരു യുദ്ധം, നിന്റെ കുടുംബത്തിനെതിരായി വലിയൊരു യുദ്ധം, നിന്റെ ഉയർച്ചക്കെതിരായി വലിയൊരു യുദ്ധം ഭൂത സംഖ്യകളുടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തെ നമുക്ക് വായിക്കാം. പ്രവചനം 4-ാം അധ്യായം 6-ഉം 7-ഉം വാക്യം. Chapter 4 verse 6 and 7. അവനോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തോട് യഹോവയുടെ അരുളപ്പാടിതാകുന്നു, ധൈര്യത്താലല്ല ശക്തിയാലുമല്ല, എന്റെ ആത്മാവിലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യും. ദൈവത്തോട് മുൻപിലുള്ള മഹാപർവ്വതമേ നീയാൽ സമഭൂമിയായി തീരും. കൃപ എന്ന ആർക്കോടുകൂടെ അവർ ആണിക്കൽ കയറ്റും. എന്നോട് ഉത്തരം പറഞ്ഞതെന്നാൽ ശരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാകുന്നു. സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ശരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായിത്തീരും. അതിനെ കൃപ എന്ന ആർക്കോടുകൂടി അവൻ ആണിക്കൽ കയറ്റും. വിശ്വസിക്കുന്ന ദൈവജനത്തിന് മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി അത് ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്. സൈന്യത്താലല്ല ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാ. എന്റെ ഉള്ളിൽ ചില പരിവർത്തനങ്ങൾ ഇന്ന് രാത്രികാലം നടന്നുകൊണ്ടിരിക്കുക.
സഹോദരൻ സങ്കീർത്തനത്തിന് മുമ്പ് പറഞ്ഞതുപോലെ ആരാധിക്കാൻ കടന്നു വന്നവിടമേലും അവരുടെ ഉള്ളിലും അവരുടെ പരിസരത്തും കാറ്റക്കാടമേലും ദൈവത്തിന്റെ വ്യാപാര ശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഉള്ളിന്റെ ഉള്ളിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പകലുകള് അതിനല്ലാതല്ല, സാക്ഷരിയാതല്ല, വീഡിയോ ദൈവത്തിന്റെ ആത്മാവിനാൽ വലിയ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുക. വലിയ വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക. വലിയ ലോകങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ശാപങ്ങൾ തകർന്നുടഞ്ഞുകൊണ്ടിരിക്കുക. വിഗ്രഹങ്ങൾ ഉടഞ്ഞു നീങ്ങുകയാണ്. ആഭിചാരം തകർന്നുടയുകയാണ്. ഉയർത്തത്തിൽ വാദിക്കുന്ന സാക്ഷരകള് സൈന്യത്താലല്ല, സാക്ഷിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയോ ജനക്കെതിരായുള്ള ഉടഞ്ഞു നീങ്ങുകയാണ്. യഹോവയുടെ ആത്മാവിനാണ്. ഉള്ളിലുള്ള പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുക. നിന്റെ ദേഹത്തിനുമേ, നിന്റെ കുടുംബത്തിനുമേ, നിന്റെ ശരീരത്തിനുമേ, നിന്റെ ഉയർച്ചയുമേ വലിയ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുക. രാജാ ബൗഡ രാജാ കിര രംബര ഓ റിഖര ബൗഡ രാജ ഓ കൃപ 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 എന്ന് ആർക്കുണ്ടോ? ദൈവജനമുണ്ടോ എന്ന് ദൈവത്തിന്റെ മനുഷ്യന്മാരാവ് നോക്കിക്കൊണ്ടിരിക്കുക. ദൈവകൃപ 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 സാധാന്യ കോട്ടകളെ തകർക്കുക. ദൈവകൃപ വ്യാപരിച്ചുള്ളത് എനിക്കാരുമില്ലല്ലോ, എനിക്കൊന്നിനും കഴിയത്തില്ലല്ലോ, എനിക്ക് അല്പമേ ശക്തിയുള്ളൂ, എനിക്ക് സമ്പാദ്യമില്ല, ഞാൻ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് ഭവനമില്ല, ഞാൻ രോഗിയാണ്, എന്നെ ചിന്തിക്കുന്ന അവസ്ഥയാണ്. ഓ കൃപ കൃപ കൃപ. എനിക്ക് കഴിവില്ല, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് ആരുമില്ല, സമ്പാദ്യവുമില്ല, ശരീരസുഖവുമില്ല, ഞാൻ നന്ന നിന്ദിതനായിരിക്കുന്നു. എന്നെ കാണുന്നവർ ലജ്ജയോട് നോക്കുന്നു. ഇന്നത്തെ സങ്കീർത്തനത്തിൽ പ്രകാരം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത ഭാരത്തോടുകൂടി വേദനയോടുകൂടി ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആരെന്ന് ചോദിച്ചുകൊണ്ട് കൃപ 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 എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിയോടുകൂടി ആണിക്കല്ല് കയറ്റിയേ, സ്തുതിയോടുകൂടി ആണിക്കല്ല് കയറ്റിയേ ആളുകൾക്കെതിരായി വെല്ലുവിളിക്കുന്ന നിന്റെ സ്തുതിയുടെ ശബ്ദം മുടങ്ങട്ടെ. നിന്റെ കൃപ, ഓ ദൈവത്തിന്റെ കൃപയോ, ഓ സ്തുതി മുഴങ്ങട്ടെ. ചില കോട്ടകൾ ഇന്ന് രാത്രിക്ക് ഓ ഉയർച്ചക്കെതിരെ, നന്മക്കെതിരെ, ദൈവകൃപക്കെതിരെ, പ്രാർത്ഥനക്കെതിരെ, ആരാധനക്കെതിരെ, സഭയ്ക്കെതിരെ ഉയർന്നു നിൽക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക്
കൃപയുള്ളവനെതിരായി നിൽക്കുന്ന ബാബേൽ സാമ്രാജ്യമേ, കൃപയുള്ളവനെതിരായി നിൽക്കുന്ന യെരിഹോ പട്ടണമേ, കൃപയുള്ളവനെതിരായി നിൽക്കുന്ന ഗോഡാമ്പലുകളെ ഇന്ന് ഞങ്ങൾ യേശുവിന്റെ നാമത്തില് കണ്ട് ചുടച്ചു കളഞ്ഞുകൊണ്ട് എന്ന രാത്രികാൽ അഭിഷേകത്തോട് കൃപയോ ജയം പ്രാപിക്കുന്നു. എനിക്കറിയില്ല എന്തൊക്കെയോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ചില വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളിൽ എന്റെ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആരാധിക്കുന്ന ഞാൻ ആരാധിക്കുന്ന ദൈവ എനിക്കെതിരായി നിൽക്കുന്ന മഹാപർവ്വതമേ, എനിക്കെതിരായി നിൽക്കുന്ന മഹാപർവ്വതമേ, എനിക്കെതിരായി വെല്ലുവിളിമാൻ നിൽക്കുന്ന മഹാപർവ്വതമേ, എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുവാൻ നീ ആര്? ഞാൻ കൃപയുള്ളവന്, ഞാൻ കൃപയുള്ളവന്, കൃപയോടുകൂടി പർവ്വതത്തെ തകർത്തുകളാണ്. യേശുവിന്റെ നാമത്തില് ചില പർവ്വതങ്ങൾ തകരാൻ പോകുക, ചില കോട്ടകൾ തകരാൻ പോകുക. കൃപയുള്ളവന്റെ ഉള്ളിൽ നിന്ന് കൃപയൊന്ന് പുറപ്പെട്ടു വരട്ടെ. നിനക്കെതിരായി വർഷങ്ങളായി ഉയർന്നു നിൽക്കുന്ന മഹാപർവ്വതം ഇന്ന് കൃപയോട് ആരെയാണെന്ന് ചോദിക്കുമ്പോ അതൊന്നേക്കുമായിട്ട് ഇന്നത് മുട്ടഞ്ഞ് നീങ്ങി താരമായി പോകാൻ പോവുകയാണ്. ഓ, നിന്റെ സമാധാനത്തിനെതിരായി വെല്ലുവിളിമാൻ നിൽക്കുന്ന, നിന്റെ ഉയർച്ചയ്ക്കെതിരായി വെല്ലുവിളിമാൻ നിൽക്കുന്ന, നിന്റെ സ്വസ്ഥതയ്ക്കെതിരായി വെല്ലുവിളിമാൻ നിൽക്കുന്ന, നിന്റെ ശുശ്രൂഷയ്ക്കെതിരായി വെല്ലുവിളിമാൻ നിൽക്കുന്ന, നിന്റെ കുടുംബ ജീവിതത്തിനെതിരായി വെല്ലുവിളിമാൻ നിൽക്കുന്ന, ഓ നിന്റെ നന്മകൾക്കെതിരായി വെല്ലുവിളിമാൻ നിൽക്കുന്ന മഹാപർവ്വതമെന്ന കൃപയോട്, ഓ കൃപയോടെ അതിനെ നാം വിളിക്കുമോ? ചില കോട്ടകൾ ഓ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നത്